പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സമ്മേറ്റീവ് അസസ്മെൻറ്റ് 2025-26 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്കണോമിക് ആക്ടിവിറ്റീസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3 sectors as primary, secondary and tertiary based on their general characteristics. ഇവിടെ 3 സെക്ടേഴ്സിൻ്റെ തന്നിട്ടുണ്ട്. പ്രൈമറി സെക്ടർ ഉണ്ട്, സെക്കൻഡറി സെക്ടർ ഉണ്ട്, ടെർഷ്യറി സെക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ജനറൽ ക്യാരക്ടേഴ്സാണ് തന്നെ. ഫൈൻഡ് ഔട്ട് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ദ പ്രൈമറി സെക്ടർ ഫ്രം ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ. ഇതിൽ നമ്മൾ പ്രൈമറി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. ഒന്നാമത്തതും മൂന്നാമത്തതുമാണ് ശരി. ഒന്നാമത്തത് ദ സെക്ടർ ഇൻക്ലൂഡ് activities that directly utilize natural resources. Third one, the sector known as agricultural sector. ഈ സെക്ടറിനെ പറയുന്ന അഗ്രികൾച്ചർ സെക്ടർ എന്നാണ്. ഇത് രണ്ടാണ് എഴുതേണ്ടത്. ബി ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ ഹൗ മെനി പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടർ റിലേറ്റ് വിത്ത് ഈച്ച് അതർ. എങ്ങനെയാണ് പരസ്പരം അവർ ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ അടക്കം വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, പ്രൈമറി എന്ന് വെച്ചാൽ പ്രാഥമിക മേഖലയാണ് അല്ലേ. നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈമറി സെക്ടർ എന്ന്. അപ്പോൾ പ്രൈമറി സെക്ടർ എന്നുള്ളത് ഇതിനകത്ത് തന്നെ നമുക്ക് 2 പോയിന്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ദ സെക്ടർ ഇൻക്ലൂഡ് ആക്ടിവിറ്റി ദാറ്റ് ഡയറക്ട്ലി യൂട്ടിലൈസ് നാച്ചുറൽ റിസോഴ്സസ്. ഇതിനകത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് ഈ പ്രൈമറി സെക്ടറിനെ കുറിച്ച് എഴുതാം അല്ലേ. അതുപോലെ അതിന് എക്സാമ്പിളാണ് അഗ്രികൾച്ചർ സെക്ടർ. ഇത് രണ്ടും ഇതിനകത്തുനിന്ന് തന്നെ എഴുതാം അല്ലേ. ഇനി സെക്കൻഡറി സെക്ടർ അപ്പോൾ എന്തായിരിക്കും, നമ്മൾ പ്രൈമറിയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതിനെ രൂപപ്പെടുത്തുന്ന മേഖലയാണ് എന്തെന്ന് പറയുന്നത്, സെക്കൻഡറി എന്ന് പറയുന്നത്. ടെർഷ്യറി എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ ഈ പ്രൈമറിനെയും സെക്കൻഡറി മേഖലകളിലെ എക്കണോമിക് പ്രവർത്തനങ്ങൾക്ക് അല്ലേ, സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന മേഖലയാണ് എന്തെന്ന് പറയുന്നത്, ടെർഷ്യറി സെക്ടർ. അപ്പോൾ അവയെ എക്സാമ്പിൾ സഹിതം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ ലീഡ് ടു വേരിയസ് ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ്. അഗ്രികൾച്ചർ മനുഷ്യൻ്റെ ഹ്യൂമൻസ് ലൈഫിന് ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അല്ലേ. ഹൗ ഡിഡ് ദ സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സിറ്റി? പ്രിപ്പയർ എ നോട്ട്. സിറ്റീസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചറിൻ്റെ സ്പ്രെഡിങ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തതെന്നാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും, നമുക്ക് എന്താണ്, കൃഷി മൂലം അല്ലേ, അഗ്രികൾച്ചർ മൂലം നമ്മളുടെ ഉൽപ്പാദനങ്ങളൊക്കെ വർദ്ധിക്കുകയും പ്രൊഡക്ടിവിറ്റി കൂടുകയും അതുപോലെ എന്താണ്, അത് കളക്ട് ചെയ്യാനും എക്സ്ചേഞ്ച് ചെയ്യാനും പിന്നെ അതുപോലെ ഒരുപാട് സ്റ്റോറുകൾ പിന്നെ കച്ചവടങ്ങൾ തുടങ്ങി അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു, സിറ്റീസ് രൂപപ്പെട്ടു വന്നു അല്ലേ. അതാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു 4 പോയിന്റ്സ് എഴുതുകയാണ് ചെയ്യേണ്ടത്. ഇനി അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതി. എന്താണ്, ഒന്ന് എന്തൊക്കെയായിരുന്നു, എന്താണ് പ്രൊഡക്ടിവിറ്റി കൂടി, പിന്നെ കളക്ഷൻസ് വന്നു അല്ലേ, പിന്നെ എക്സ്ചേഞ്ചിങ് നടന്നു, പിന്നെ ഒരുപാട് സ്റ്റോഴ്സ് ഉണ്ടായി അല്ലേ, ചന്തകളും കച്ചവടങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരുപാട് സിറ്റീസ് രൂപപ്പെട്ട് വരികയാണ് ചെയ്തത്. ബി ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ കോണ്ടിനെന്റ്സ് ദാറ്റ് മെയിൻറ്റെയിൻ ദ കൊമേഴ്ഷ്യൽ റിലേഷൻഷിപ്പ് ത്രൂ സിൽക്ക് റൂട്ട്? സിൽക്ക് റൂട്ട് വഴി കൊമേഴ്ഷ്യൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത കോണ്ടിനെന്റ്സ് ഏതൊക്കെയായിരുന്നു എന്നാണ് ചോദിച്ചത്. ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണെന്നാണ് നമുക്ക് നോക്കാം. ഏഷ്യ, യൂറോപ്പ്, പിന്നെ ഏതാണ്, ആഫ്രിക്ക. ഒന്നാമത്തെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക. ഒന്നാമത്തെ എ ആണ് ശരിയായ ഉത്തരം. മൂന്നാമത്തേൽ എ ക്വസ്റ്റ്യൻ ആണ്. കൾച്ചറൽ ചേഞ്ചസ് മീൻ ദ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ എലമെന്റ്സ് ഓഫ് കൾച്ചറൽ അക്രോസ് ടൈം. അറേഞ്ച് ദ ഗിവൺ ടേബിൾ ഇൻ ദ കറക്റ്റ് ഓർഡർ. ടേബിൾ കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്ന ഇൻഡിക്കേറ്റർ എന്താണ്, ദെയർ ആർ പാർഷ്യൽ ചേഞ്ചസ് ഇൻ വൺ സോൺ കൾച്ചർ ഡ്യൂ ടു ഇൻഫ്ലുവൻസ് ഓഫ് അനദർ കൾച്ചർ. അറ്റ് ദ സെയിം ടൈം മെനി എലമെന്റ്സ് ഓഫ് വൺ സോൺ കൾച്ചർ ആർ സസ്റ്റെയിൻഡ്. അത് ഏതാണ് ഓപ്ഷൻ, കൾച്ചറൽ ചേഞ്ച് എന്താണ്, അക്യുൾട്ടറേഷൻ ആണ്. ബി ആണ് കറക്റ്റ്. വൺ കൾച്ചർ കംപ്ലീറ്റ്ലി ഡൊമിനേറ്റ്സ് അനദർ കൾച്ചർ. ഏതാണ്,
കൾച്ചറൽ അസിമിലേഷൻ ആണ്. അതായത് ഒരു കൾച്ചർ കംപ്ലീറ്റ്ലി മറ്റൊരു കൾച്ചറിനെ ഡോമിനേറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ ദ യൂണിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ ബ്ലെൻഡ് ഇൻ ടു അനദർ കൾച്ചർ. ഒരു യുണീക് ക്യാരക്ടറിസ്റ്റിക്സ് വൺ കൾച്ചർ, ഒരു കൾച്ചറിൻ്റെ യുണീക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യുന്നു, മറ്റു കൾച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു. അതാണ് എന്തുള്ളത്, കൾച്ചറൽ. ബ്ലെൻഡ് ചെയ്യാന്ന് വെച്ചാൽ കൂടിച്ചേരുക. അപ്പോൾ കൾച്ചറൽ ഡിഫ്യൂഷൻ അല്ലേ, എ ആണ്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. ബി ക്വസ്റ്റ്യൻ ദ ഡെവലപ്മെന്റ് ഓഫ് ടെക്നോളജി ലീഡ്സ് ടു കൾച്ചറൽ ഇന്നോവേഷൻ. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ. ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്, വിവരസാങ്കേതിക വിദ്യയുടെ ഡെവലപ്മെന്റ് കൾച്ചറൽ ഇന്നോവേഷനിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഡെവലപ്മെന്റ് ഓഫ് ടെക്നോളജി ലീഡ്സ് ടു കൾച്ചറൽ ഇന്നോവേഷൻസ്. അപ്പോൾ ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ്? നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് എഗ്രി ചെയ്യുന്നുണ്ടോ? എക്സ്പ്ലെയിൻ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെന്താണ് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് കൾച്ചറൽ ഇന്നോവേഷനിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് നമുക്ക് ഒരുപാട് അടുപ്പുകളുടെ നിർമ്മാണം, പിന്നെ നമ്മുടെ കുക്കിങ്ങിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പിന്നെ ഓൺലൈൻ സമ്പ്രദായം തുടങ്ങിയൊക്കെ ഇതിന് കാരണങ്ങളാണ്. അപ്പോൾ ഇത് ഉദാഹരണങ്ങൾ സഹിതം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഓർ ക്വസ്റ്റ്യൻസിൽ ബി, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ബി തന്നെ നമുക്ക് നോക്കാം. കൾച്ചർ ഈസ് വാട്ട് വി ട്രഡീഷണലി റിസീവ് ആസ് എ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. ആസ് സച്ച് കൾച്ചർ ഹാസ് മെനി ക്യാരക്ടറിസ്റ്റിക്സ്. ഒബ്സർവ് ദ ന്യൂസ് റിപ്പോർട്ട്. കൾച്ചറൽ ഡേ സെലിബ്രേറ്റഡ് അറ്റ് ദ സ്കൂൾ. കൾച്ചറൽ ഡേ സെലിബ്രേറ്റ് ചെയ്ത് സ്കൂളിൽ, അതാണ് തന്നിരിക്കുന്നത്. പുറനാട്ടുകര കൾച്ചറൽ ഡേ സെലിബ്രേഷൻ വാസ് ഓർഗനൈസ്ഡ് അറ്റ് ദ സ്കൂൾ ബൈ ദ സോഷ്യൽ സയൻസ് ക്ലബ്. സ്റ്റുഡൻസ് ഫ്രം ഡിഫറെൻറ്റ് സ്റ്റേറ്റ് പ്രസൻറ്റഡ് ദെയർ കോസ്റ്റ്യൂംസ്, dance and food style. The headmaster mentioned in his inaugural speech that culture, like science, is a force that connects people across the world. ഇത് കൾച്ചറൽ ഡേ സെലിബ്രേറ്റ് ചെയ്തതിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. പുറനാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്തെ സ്കൂളിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ഔട്ട് വിച്ച് ഫീച്ചേഴ്സ് ഓഫ് കൾച്ചർ ഈസ് കണക്റ്റഡ് ടു ദ എബോവ് ന്യൂസ്. താഴെ പറഞ്ഞതിൽ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ഫീച്ചറാണ് ഉള്ളത്? മോളിപ്പോൾ തന്നിരിക്കുന്നതിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഓപ്ഷൻ ഡി ആണ്. കൾച്ചർ ഈസ് ഷെയർഡ്. സംസ്കാരം എന്താണ്? പങ്കു വയ്ക്കുന്നതാണ്. കൾച്ചർ ഈസ് ഷെയർഡ്. വൈ ഈസ് ഇറ്റ് ഈസ് സെഡ് ദറ്റ് കൾച്ചർ ഈസ് ലേൺഡ് എന്ന്, അതായത് കൾച്ചർ ഈസ് ലേൺഡ്. വൈ ഈസ് ഇറ്റ് ഈസ് സെഡ് ദാറ്റ് കൾച്ചർ ഈസ് ലേൺഡ്. എക്സ്പ്ലെയിൻ എന്നാണ് പറഞ്ഞത്. അതായത് നമുക്കിപ്പോൾ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് നമുക്ക് ജന്മസിദ്ധമായിട്ട് ലഭിക്കുന്ന ഒന്നുമല്ല അല്ലേ. അത് നമ്മളുടെ ഓരോ സോഷ്യലൈസേഷൻ പ്രക്രിയകൾ വഴി ആർജിച്ച് എടുക്കുന്നതാണ്. നമ്മുടെ സാമൂഹികരണ പ്രക്രിയകൾ വഴി ആർജിച്ച് എടുക്കുന്നതാണ്. അപ്പോൾ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നുമാണ് നമ്മൾ ആദ്യം സോഷ്യലൈസേഷൻ, അവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഇതെന്ന് പറയുന്ന സംഭവം. അപ്പോൾ കുടുംബത്തിൽ നിന്നും സ്കൂളിൽ നിന്നുമാണ് സമൂഹത്തിൽ നിന്നും ഒക്കെയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ തുടങ്ങുന്നത്. പിന്നെ അവിടെ നിന്ന് പഠിക്കുന്നു തുടങ്ങി പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ആ വഴിയാണ് നമ്മൾ ഓരോ സംസ്കാരങ്ങൾ പഠിച്ചെടുക്കുന്നത്. അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ജനിക്കുമ്പോൾ ഇൻബോർണൊന്നും അല്ല അല്ലേ. നമ്മൾ ജനിക്കുമ്പോൾ കിട്ടുന്ന സംഭവം ഒന്നുമല്ല. ലഭിക്കുമ്പം സംസ്കാരം ജന്മസിദ്ധമായിട്ട് ലഭിക്കുന്ന ഒന്നുമല്ല. നമ്മൾ ജനിച്ച ഉടനെ തന്നെ കിട്ടുന്ന സംഭവമൊന്നുമല്ല. അത് നമ്മൾ സോഷ്യലൈസേഷൻ, നമ്മൾ ബന്ധപ്പെടുന്നവരും നമ്മൾ സംസാരിക്കുന്നവരും നമ്മൾ സമൂഹത്തിൽ നിൽക്കുന്നവരും നമ്മുടെ കുടുംബത്തിൽ നിന്നും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ പ്രക്രിയകൾ വഴി നമുക്ക് ആർജിച്ച് വരുന്ന ഒരു കഴിവാണ്, അല്ലെങ്കിൽ ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, കൾച്ചർ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ദ എവിഡൻസസ് ഓഫ് ദ മെഗാലിത്തിക് ഏജ് ഫൗണ്ട് ഇൻ മോസ്റ്റ് പാർട്ട് ഓഫ് ദ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിൽ കാണപ്പെടുന്ന മെഗാലിത്തിക് ഏജിൽ കുറച്ച് സംഭവങ്ങളാണ് താഴെ കാണിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ അസോസിയേറ്റഡ് വിത്ത് മെഗാലിത്തിക് മോണമെന്റ്സ്. മെഗാലിത്തിക് മോണമെന്റ്സുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാറ്റിൽസ്, ക്രിമേഷൻ പ്രാക്ടീസസ്, ട്രേഡ്, അഗ്രികൾച്ചർ. ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ സി, ക്രിമേഷൻ പ്രാക്ടീസസ്. സി നമ്മുടെ ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടതാണ്. ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടാണ്. ഓപ്ഷൻ സി ആണ്. ബി, പ്രിപ്പയർ എ നോട്ട് ഇൻക്ലൂഡിങ് ദ ഫീച്ചേഴ്സ് ഓഫ് മെഗാലിത്തിക് ഏജ്. മെഗാലിത്തിക് ഏജിൻ്റെ പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം സ്റ്റോണിലും മറ്റേ കല്ലിലൊക്കെ അല്ലേ, കരിങ്കല്ലിലും ചെങ്കല്ലിലൊക്കെയാണ് ഓരോ സാധനങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വലിയ ശിലകൾ കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റോൺസ് കൊണ്ടോ ഒക്കെ ഒരുപാട് നിർമ്മിച്ചിരുന്നതിനാൽ ഇതിനെ മെഗാലിത്തിക് മോണോമെന്റ്സ് എന്ന് വിളിക്കുന്നു.
പിന്നെ നമ്മുടെ ഈ പറയുന്ന ക്രിമേഷൻ പ്രാക്ടീസ്, അതായത് ശവസംസ്കരണ, അതായത് മരിച്ച ശരീരാവശിഷ്ടങ്ങളൊക്കെ അടക്കം ചെയ്യുന്നതിനാണ് ഈ മോണുമെൻറ്റ്സ് നിർമ്മിച്ചിരുന്നത്. പിന്നെ ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളൊക്കെ തുടങ്ങി ഉപയോഗിച്ചിരുന്നതിനാൽ ഇത് എന്തെന്നറിയപ്പെടുന്നു, അയൺ ഏജ് എന്നും അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ മെഗാലിത്തിക് ഏജിൻ്റെ ഒരു 2-3 പോയിന്റ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, കൾച്ചർ വെയർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ് ഡ്യൂറിങ് ദ ബ്രോൺസ് ഏജ്. വിച്ച് ബ്രോൺസ് ഏജ് കൾച്ചർ ഈസ് ദ ഗിവൺ ക്ലൂസ് റിലേറ്റഡ് ടു. ഇവിടെ താഴെ കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട്. ഇത് ഏത് ഏജുമായി ബന്ധപ്പെട്ട്, ബ്രോൺസ് ഏജുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോംഡ് ഇൻ ദ നൈൽ വാലി, നൈൽ തീരത്ത് താമസിച്ചിരുന്നു. ദ റിട്ടൺ സ്ക്രിപ്റ്റ്സ് ആർ നോൺ ആസ് ഹൈറോഗ്ലിഫിക്സ്. ഇവരുടെ എഴുത്ത് രീതിക്ക് പറയുന്ന പേരാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന്. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലൈവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ. അവരുടെ ജീവിതവൃത്തിക്കായിട്ട് ഇവർ ഉപയോഗിച്ചിരുന്നത് അഗ്രികൾച്ചർ, കൃഷിയായിരുന്നു. ദ കിങ്സ് ആർ നോൺ ആസ് ഫറോസ്. രാജാക്കന്മാരെ അറിയപ്പെടുന്നിരുന്നത് കിങ്സ് എന്നായിരുന്നു, അല്ല ഫറോവാസ് എന്നായിരുന്നു. രാജാക്കന്മാരെ അറിയപ്പെട്ടിരുന്നത് ഫറോവസ് എന്നായിരുന്നു. ഇത് ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടാണ്? വിച്ച് ബ്രോൺസ് ഏജ് കൾച്ചർ ഈസ് ഗിവൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് ഏത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? നമ്മുടെ ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഏതാണ്? ഈജിപ്ഷ്യനാണ്. ഈജിപ്ഷ്യൻ സംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടതാണ്. ഈജിപ്ഷ്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ഇൻ ദ ലൈഫ് സ്റ്റൈൽ ഓഫ് ഹ്യൂമൻ ഫ്രം ദ സ്റ്റോൺ ഏജ് ടു ദ ബ്രോൺസ് ഏജ്. സ്റ്റോൺ ഏജ് മുതൽ ബ്രോൺസ് ഏജ് വരെയുള്ള ലൈഫ് സ്റ്റൈൽ, ഹ്യൂമൻ ചേഞ്ചസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. എന്തൊക്കെയാണ്? അഗ്രികൾച്ചേഴ്സ് നല്ല സ്പ്രെഡായി അല്ലേ, കൃഷിയിടങ്ങളൊക്കെ വ്യാപിച്ചു. പിന്നെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ അല്ലേ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. വെപ്പൺസ് യൂസ് ചെയ്തു. പിന്നെ എന്താണ്, ഒരുപാട് കാർഷിക ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു. പിന്നെ എക്സ്ചേഞ്ചിങ് ഒക്കെ, അതായത് ഉൽപ്പന്നങ്ങൾ കൈമാറുന്നതിനുള്ള സെൻറ്റേഴ്സൊക്കെ വന്നു, കേന്ദ്രങ്ങളൊക്കെ രൂപം കൊണ്ടു. പിന്നെ ഒരുപാട് സിറ്റീസും അല്ലേ, ടൗണും സിറ്റീസൊക്കെ രൂപം കൊണ്ടു. അപ്പോൾ അതാണ് സ്റ്റോൺ ഏജ് മുതൽ ബ്രോൺസ് ഏജ് വരെയുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിൻ്റൊക്കെ ഉൾപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും ഇത്രയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു. 4ാമത്തെ ക്വസ്റ്റ്യൻ, കോണ്ടിനെൻറ്റ്സ് ആർ ലാർജ് ലാൻഡ് മാസസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ഓഷ്യൻസ്. കോണ്ടിനെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജ് ലാൻഡ് മാസസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ഓഷ്യൻസ്. ഓഷ്യൻസിനിടയിൽ ലൊക്കേറ്റ് ചെയ്യപ്പെടുന്ന ലാർജ് ലാൻഡ് മാസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോണ്ടിനെൻറ്റ്സ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ദ വെസ്റ്റേൺ ബോർഡർ ഓഫ് സൗത്ത് അമേരിക്ക ഓൺ ദ മാപ്പ്. വിച്ച് ഈസ് ദ വെസ്റ്റേൺ ബോർഡർ ഓഫ് സൗത്ത് അമേരിക്ക ഓൺ ദ മാപ്പ്. മാപ്പിൽ സൗത്ത് അമേരിക്കയുടെ വെസ്റ്റേൺ ബോർഡർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ പസഫിക് ഓഷ്യൻ ആണ്. ഓപ്ഷൻ എ പസഫിക് ഓഷ്യൻ, പസഫിക് സമുദ്രമാണ്. പ്രിപ്പയർ എ നോട്ട് കമ്പയറിംഗ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ കോണ്ടിനെൻറ്റ്സ് ഓഫ് ഏഷ്യ ആൻഡ് ഓസ്ട്രേലിയ യൂസിങ് ദ ഗിവൺ ഹിൻസ്. ഏഷ്യയുടെയും ഓസ്ട്രേലിയയുടെയും കോണ്ടിനെൻറ്റ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ തന്നിരിക്കുന്ന ഹിൻസ് വച്ചിട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സൈസ്, അതിൻ്റെ രണ്ടിൻ്റെയും സൈസ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവൂലേ. ഏഷ്യ എന്ന് പറയുന്നത് ഇതാണ്, ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഈ ചെറുത് കിടക്കുന്നതാണ്. സൈസ് എന്ന് പറയുന്നത് ഏഷ്യ വലുതാണ്, ഓസ്ട്രേലിയ എന്താണ്? ചെറുതാണ്. പിന്നെ അവിടുത്തെ ഹ്യൂമൻ ലൈഫ്, ഫിസിയോഗ്രഫി, വെതർ കണ്ടീഷനൊക്കെ എങ്ങനെയാണ്, വെതർ ക്ലൈമറ്റൊക്കെ എങ്ങനെയാണെന്ന്, പിന്നെ അവിടുത്തെ കാലാവസ്ഥകളും ഭൂപ്രകൃതിയും ഒക്കെ എങ്ങനെയാണെന്നാണ് വിശദീകരിച്ച് എഴുതേണ്ടത്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈച്ച് കോണ്ടിനെൻറ്റ്സ് ഹാസ് യുണീക്ക് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. ഓരോ കോണ്ടിനെൻറ്റ്സിനും അതിൻ്റെ യൂണിക് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആൻസേഴ്സ് അല്ലേ. ഇപ്പോൾ ഈ കോളത്തിൽ കൊടുത്താണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏഷ്യയുടെയും ഓസ്ട്രേലിയയുടെയും അല്ലേ. അപ്പോൾ ഏഷ്യയുടെ നമുക്ക് ഇതിനകത്ത് തന്നെ ഉണ്ടാവും ജിയോഗ്രഫിക്കൽ ഫീച്ചറായിട്ടുള്ള ഒരു ഇത്, അത് അതിനകത്തേക്ക് എടുത്ത് എഴുതാം. അപ്പോൾ ക്വസ്റ്റ്യൻസിൽ തന്നെ നിങ്ങൾക്ക് ക്ലൂ ഒക്കെ എപ്പോഴും കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണെന്നുള്ളത്. ഫസ്റ്റ് വൺ മൗണ്ട് എവറസ്റ്റ് ആണ്. മൗണ്ട് എവറസ്റ്റ് എവിടെയാണ്? മൗണ്ട് എവറസ്റ്റ് ഏഷ്യയിലാണ്. നെക്സ്റ്റ് സഹാറ ഡെസേർട്ട് എവിടെയാണ്? ആഫ്രിക്കയിലാണ്.
അടുത്തത് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. മൂന്നാമത്തെ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഏതാണ്? സൗത്ത് അമേരിക്കയിലാണ്. ബി ആണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് കറക്റ്റ് പറയുന്നത് ബി ആണ്. ഒന്നാമത്തെ സി, രണ്ടാമത്തെ എ, മൂന്നാമത്തെ ബി. നാലാമത്തത് പ്രിപ്പയർ എ നോട്ട് കമ്പയറിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ കോണ്ടിനെൻറ്റ്സ് നോർത്ത് അമേരിക്ക ആൻഡ് സൗത്ത് അമേരിക്ക യൂസിങ് ദ ഗിവൺ ഹിൻഡ്. ഇവിടെ നോർത്ത് അമേരിക്കേനെയും സൗത്ത് അമേരിക്കേനെയും താഴെ കൊടുത്ത ഹിൻഡ് വെച്ചിട്ട് എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കോണ്ടിനെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനാണ്. അതിൻ്റെ ബൗണ്ടറീസ് എവിടെയൊക്കെ, ക്ലൈമറ്റ് ഏതാണ്, ഫിസിയോഗ്രഫി ഏതാണ്, ഹ്യൂമൻ ലൈഫ് അവിടുത്തെ എങ്ങനെയാണ്, ഇത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്.